ഹായ് എവരിവൺ, ഇറ്റ്സ് മിലിച്ചസ് കൊച്ചിക്കാരി അച്ചായി. നമ്മൾ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ അത്യാവശ്യം ഒരു വ്യൂ തരുന്ന തരത്തിലുള്ള ഒരു ബാൽക്കണിയാണ് കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ടാണ്. ലിവിംഗ് റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വാളിലൊക്കെ ആയിട്ട് നമുക്ക് ടെക്സ്ചർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു പുതിയ എന്താ പറയുക യൂസ്ഡ് ബൈക്കിൻ്റെയോ അല്ലെങ്കിൽ യൂസ്ഡ് കാറിൻ്റെയോ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഓവറോൾ നമ്മൾ വീട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു വൈറ്റ് കളർ പെയിൻറ്റ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഏതൊരു വ്യക്തിയുടെയും ഒരു ആഗ്രഹമാണ് പുതിയൊരു വീട് വാങ്ങിക്കുക അല്ലെങ്കിൽ പുതിയൊരു വീട് വെക്കുക എന്നുള്ളത്. ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഇത് ആക്ച്വലി ഒരു സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ എറണാകുളത്തുള്ള എരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്ന് നമ്മുടെ പാലാരിവട്ടത്തേക്ക് ഏകദേശം ഒരു 4 കിലോമീറ്ററും അതുപോലെ തന്നെ വൈറ്റിലേക്ക് ഏകദേശം ഒരു 3 കിലോമീറ്ററുമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഏകദേശം നമ്മളിപ്പോൾ ഇവിടെ തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ വെണ്ണല തൃപ്പൂണിത്തുറ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഏകദേശം 1650 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. 4 അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് വരുന്നത്. നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഒരു സ്ലൈഡിങ് ഗേറ്റ് വരുന്നുണ്ട്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ടിലായിട്ട് ഇൻ്റർലോക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു കാർ പോർച്ചും വരുന്നുണ്ട്. ഏകദേശം ഒരു ഇനോവയൊക്കെ ഇടാനായിട്ടുള്ള അത്രയും സ്പേസ് ഉള്ളൊരു കാർ പോർച്ചാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെയും ഒരു കുഞ്ഞി കാർ ഇടാനായിട്ടുള്ള ഒരു സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതായിട്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു 2000 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കിണർ വെള്ളം അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ വെള്ളം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ പൈപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാം. ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ നമുക്ക് ഫ്രണ്ടിലുള്ള വാളിൽ സിറ്റ് ഔട്ടിൻ്റെ ഏരിയയിൽ നമുക്ക് ടെക്സ്ചർ വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടാണ്. നമ്മൾ ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് ചെറുതേക്ക് കൊണ്ടിട്ടുള്ള വാതിലാണ്. അതിൽ തന്നെ നമുക്കൊരു നമ്മൾക്കൊരു സ്റ്റീലിൻ്റെ കുറച്ച് സ്ട്രിപ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരെ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറുന്നത് ലിവിങ് റൂമിലേക്കാണ്. ലിവിങ് റൂമിലും അതുപോലെ തന്നെ ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടൈൽ എന്ന് പറഞ്ഞാൽ വിട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വിൻഡോസ് യൂസ് ചെയ്തിരിക്കുന്ന വുഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിവേലകം എന്ന് പറഞ്ഞിട്ടുള്ള വുഡനാണ് നമ്മൾ വിൻഡോസിൽ നമ്മൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലിവിങ് റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വാളിലൊക്കെ ആയിട്ട് നമുക്ക് ടെക്സ്ചർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ബ്ലൂ കളർ ഷെയ്ഡ്, ഒരു ലൈറ്റ് ബ്ലൂ കളർ ഷെയ്ഡോട് കൂടിയിട്ടുള്ള ഒരു ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ടോപ്പ് റൂഫിൽ നമുക്ക് ജിപ്സം സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്കൊരു വൈറ്റ് LED ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും അതിൽ നമുക്കൊരു ബ്ലൂ കളർ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ ഈ സീലിങ്ങിൽ തന്നെ. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയ LED ലൈറ്റ്സ് ആണ്, യെല്ലോ കളറാണ് വരുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഹാളിൽ മാത്രമാണ് വൈറ്റ് കളർ LED ബൾബ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് TV വെക്കാനായിട്ടുള്ളൊരു സൗകര്യം വന്നിരിക്കുന്നത്. നമ്മൾ ഓവറോൾ വീട് ചെയ്തിരിക്കുന്ന വയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീൽ ഗാർഡിൻ്റെ വയറിംഗ് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു ലിവിങ് റൂമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഡൈനിങ് ഏരിയയാണ്. നമുക്ക് ഈ ഒരു സ്ഥലത്തായിട്ട് നമുക്ക് ടെക്സ്ചർ വർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് വാഷ് ഏരിയ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഓവറോൾ വീട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു വൈറ്റ് കളർ പെയിൻറ്റ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ലിവിങ് റൂമിൻ്റെ അവിടെയായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണിക്കുന്നത് കിച്ചണാണ്. ഈ ഒരു വീടിൻ്റെ കിച്ചണാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. നമ്മൾ കിച്ചൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും യൂസ് ചെയ്തിരിക്കുന്ന ഒരു നോർമൽ റെഡിമെയ്ഡ് ഗ്ലാസ് ഡോറാണ്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും സ്ലാബ് കാര്യങ്ങളെല്ലാം ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. അതുപോലെ തന്നെ മൾട്ടി വുഡൻ ആയിട്ടുള്ള കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ടോപ്പിൽ ഇവിടെ ഈ ഒരു സൈഡിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സെയിം ഷെയ്ഡിൽ തന്നെ നമുക്ക് താഴ്ത്തും നമുക്ക് കബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
ഇതിൻ്റെ താഴെയുമായിട്ട് നമുക്ക് കുറച്ച് സ്വിച്ചസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സൈഡിൽ നമുക്ക് സ്വിച്ചസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പിലായിട്ട് നമുക്ക് എക്സോസ്റ്റ് ഫാൻ വെക്കാനായിട്ടുള്ള ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും വാഷ് ബേസും കാര്യങ്ങളെല്ലാം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വാഷ് ബേസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയയിലേക്ക് കടക്കാനായിട്ടുള്ള ഈ ഒരു ഡോറിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മഹാഗണിയുടെ വുഡനാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയയിലാണെങ്കിൽ നമുക്കൊരു ഷീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ടോപ്പിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാഷ് ബേസിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് 2 ചെറിയ വിൻഡോസ് വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ഈ ഒരു കിച്ചണിലേക്ക് എയർ പാസേജ് വരാനായിട്ട് 2 വിൻഡോസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഓരോ റൂമുകളും നമുക്ക് നോക്കാം. നമുക്ക് താഴത്തായിട്ട് ഒരു റൂമും അതുപോലെ തന്നെ മുകളിൽ നമുക്ക് 3 റൂമുമാണ് വരുന്നത്. ആദ്യത്തെ റൂം നമ്മളുടെ ലിവിങ് റൂമിനോട് അറ്റാച്ച് ചെയ്ത് ഇരിക്കുന്ന തരത്തിലുള്ള റൂമാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആദ്യത്തെ റൂം. ഇവിടെയായിട്ട് നമുക്ക് ഒരു 3 വിൻഡോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സൈഡിൽ നമുക്ക് സ്വിച്ചസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാം. ഈ ഒരു വീട്ടിൽ മൊത്തം യൂസ് ചെയ്തിരിക്കുന്ന ആ സെയിം ടൈല് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഓരോ റൂമിലും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് സ്വിച്ചസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ബാത്റൂം ഞാൻ കാണിക്കാം. ഒരു നോർമലായിട്ടുള്ളൊരു ഡോറ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു ടൈല് വർക്ക് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വാളിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എയർ പാസേജിൻ്റെ ഒരു വിൻഡോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പൊക്കത്തും നമുക്കൊരു ഹോൾ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് സിംബോളോടെയാണ്. അതുപോലെ തന്നെ വാഷ് ബേസിനും സിംബോളോൻ്റെ വാഷ് ബേസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു 2 ടാപ്പും അതുപോലെ തന്നെ ഒരു റെയിൻ ഷവർ കാര്യങ്ങൾ വരുന്നുണ്ട് ബാത്റൂമിൻ്റെ അകത്ത്. നമുക്ക് 2 ടാപ്പ് വരുന്നുണ്ട്. അതിലൊരെണ്ണം വാട്ടർ ഹീറ്റിൻ്റെ ടാപ്പാണ്, ഒരെണ്ണം നമ്മുടെ നോർമൽ ആയിട്ടുള്ള ടാപ്പാണ് വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് ഇനി നമുക്ക് മുകളിലായിട്ടൊരു 3 ബെഡ്റൂം നമുക്ക് വരുന്നുണ്ട്. അവിടേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളുടെ മുകളിലേക്കുള്ള ആ ഒരു സ്റ്റെയർ കാര്യങ്ങളെല്ലാം. നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെയറിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വുഡൻ ലെഗും അതുപോലെ തന്നെ ഒരു സ്ക്വയർ ട്യൂബ് സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള ഒരു ഹാൻഡ് റെയിൽ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലേക്ക് പോയിട്ട് ബാക്കിയുള്ള റൂം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ മുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു വലിയൊരു അപ്പർ ലിവിങ് റൂം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് TV കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു പ്ലഗ് പോയിന്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് വരുന്നുണ്ട്. ഇവിടെയും ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു 3 വിൻഡോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 2 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു അപ്പർ ലിവിങ് റൂമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യത്തെ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ്. നമുക്ക് ആ ഒരു സൈഡിൽ പ്ലഗ് പോയിന്റും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് പ്ലഗ് പോയിന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു റൂമിൽ നമുക്കൊരു 3 വിൻഡോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ റൂമിലും വൈറ്റ് പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാത്റൂം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ബാത്റൂം. നമ്മൾ ആ താഴത്ത് കണ്ട ആ ഒരു സെയിം ബാത്റൂം കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഒരു കളറിൽ മാത്രമാണ് കുറച്ച് ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഒരു ബ്രൗണും അതുപോലെ തന്നെ ഒരു ക്രീം ഷെയ്ഡ് കൂടിയിട്ടുള്ളൊരു മാറ്റ് ടൈലാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് താഴത്തുള്ള പോലെ തന്നെ സിംബോളയുടെ ക്ലോസറ്റും അതുപോലെ തന്നെ സിംബോളയുടെ വാഷ് ബേസിനും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റെയിൻ ഷവർ കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് അതുപോലെ തന്നെ താഴത്തുള്ള പോലെ തന്നെ നമുക്ക് 2 ടാപ്പും ഇവിടെയും വരുന്നുണ്ട്. ഒരെണ്ണം നോർമലും അതുപോലെ തന്നെ ഒരെണ്ണം വാട്ടർ ഹീറ്ററിൻ്റെ ടാപ്പുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ റൂമിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് നമുക്ക് പോവാം. ഇതാണ് അടുത്ത റൂം. അതേപോലെ തന്നെ അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണിത്. നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു 3 വിൻഡോസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കയറി വരുന്ന ആ ഒരു സൈഡിലും ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് പ്ലഗ് പോയിന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുത്തെ ബാത്റൂം നമുക്ക് നോക്കാം. ഇവിടെ അത്യാവശ്യം വലിയ ഒരു ബാത്റൂം കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കളർ ടോൺ മാത്രമാണ് നമുക്ക് ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഒരു ഗ്രേ കളറും അതുപോലെ തന്നെ ഒരു ആഷ് ടൈപ്പ് ആയിട്ടുള്ളൊരു മാറ്റ് ടൈലാണ് നമ്മൾ വാളിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സിംബോളയുടെ ക്ലോസറ്റും അതുപോലെ തന്നെ വാഷ് ബേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൻ ഷവറും 2 ടാപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് നമ്മുടെ അപ്പർ ലിവിംഗ് റൂമിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന 2 ബെഡ്റൂമാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ സ്ട്രെയിറ്റ് വരുന്നത് നമ്മുടെ ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണിയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വാളിലൊക്കെ ആയിട്ട് നമുക്കൊരു ബ്രൗൺ ഷെയ്ഡ് കൂടിയിട്ടുള്ളൊരു ടെക്സ്ചർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാൽക്കണിനോട് ചേർന്നിട്ടാണ് നമുക്ക് അപ്പുറത്തുള്ള ആ ഒരു റൂമിൻ്റെ വിൻഡോസ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ SS-ൻ്റെ സ്റ്റെയിൻലെസ് സ്ക്വയർ ട്യൂബും ടഫോൺ ഗ്ലാസ്സും ആണ് നമ്മൾ ബാൽക്കണിയിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു ഹാളിൽ കണ്ട ആ ഒരു സെയിം ടൈല് കാര്യങ്ങളാണ് നമ്മൾ ബാൽക്കണിയിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ അത്യാവശ്യം ഒരു വ്യൂ തരുന്ന തരത്തിലുള്ളൊരു ബാൽക്കണിയാണ് കേട്ടോ. നല്ല ഇപ്പോൾ ഒരു ഈവനിങ് ആണ്, അതിൻ്റെ ഒരു ആംബിയൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇപ്പം നമ്മൾ ടോട്ടൽ 3 റൂമാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ ഇനി ഞാൻ 4ാമത്തെ റൂമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ബാൽക്കണി ആയിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ബെഡ്റൂമാണിത്. ഇതും അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ളൊരു റൂമാണ്. നമുക്ക് കയറി വരുമ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് പ്ലഗ് പോയിന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് നമുക്കൊരു യൂട്ടിലിറ്റി ഏരിയ കൂടെ വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു റൂമിൻ്റെ ബാത്റൂം കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഈ ഒരു റൂമിൻ്റെ ബാത്റൂം. നമുക്ക് ആ താഴത്തെ നമ്മൾ മറ്റു റൂമുകളിൽ കണ്ട പോലെയല്ല, നമുക്ക് സിംബോളയുടെ ക്ലോസറ്റും അതുപോലെ തന്നെ വാഷ് ബേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാത്റൂമിൽ ഒരു ടാപ്പാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ റെയിൻ ഷവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ബാത്റൂമിൽ നമുക്ക് നമ്മളുടെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഇരിക്കുന്ന ഒരു വിൻഡോ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബാത്റൂമിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ പൊക്കത്തായിട്ട് നമുക്കൊരു എയർ ഹോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ ഈ ഒരു റൂമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ്. അത്യാവശ്യം വലിയൊരു യൂട്ടിലിറ്റി സ്പേസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള ആ ഒരു പ്ലഗ് പോയിന്റും അതുപോലെ തന്നെ പൈപ്പ് കാര്യങ്ങളും അതുപോലെ തന്നെ പുറത്തേക്ക് പോകാനായിട്ടുള്ള ആ ഒരു സ്പേസ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് അയൺ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലഗ് പോയിന്റ് കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഡ്രസ്സ് കാര്യങ്ങൾ വാഷ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ തന്നെ വിരിച്ചിടാനായിട്ടുള്ള ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം കവർ ചെയ്ത് നിൽക്കുന്ന ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഇത്രയും ഭാഗം കവറും അതുപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു നമുക്കൊരു നെറ്റും ആണ് വന്നിരിക്കുന്നത് ഈ ഒരു സൈഡിലായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിൽ നിന്നാണ് നമുക്ക് ടോപ്പിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ മുകളിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു സ്റ്റെയർ കാര്യങ്ങളെല്ലാം ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു യൂട്ടിലിറ്റി ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ടൈലാണ് നമ്മൾ ഈ ഏരിയയിൽ കംപ്ലീറ്റ് ഫുള്ള് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് ഈ ഒരു വീടിൻ്റെ വില എത്രയെന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു വീട് 3 സെൻറ്റും അതുപോലെ തന്നെ 1650 സ്ക്വയർ ഫീറ്റിലുമാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെണ്ണല തൃപ്പൂണിത്തുറ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീടിന് നമ്മുടെ ഓണർ ആഗ്രഹിക്കുന്ന വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 73 ലക്ഷം രൂപയാണ്. അതിപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നേരിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ വന്ന് കാണുന്ന ടൈമിൽ ഓണറായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തീർച്ചയായിട്ടും ഒരു നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ്. അത് പക്ഷേ നമ്മൾ നേരിട്ട് വന്നിട്ട് പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ കണ്ട് ഓണറായിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്കത് ഡീൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഓണറിൻ്റെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഞാൻ ഇതുപോലെയുള്ള ഒരുപാട് വീടുകളുടെ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ഇറ്റ്സ് മിലിച്ചസ് കൊച്ചിക്കാരി അച്ചായത്തി. ബൈ.